ജീവിതം കഷ്ടപ്പാടുകളിൽ കൂടെ കടന്നു പോകുമ്പോൾ ദുരന്തത്തിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോഴേ നമ്മൾ ചിന്തിക്കില്ലേ ആത്മഹത്യ ചെയ്തേക്കാം എന്നല്ലേ. ഒട്ടുമിക്ക ആൾക്കാരും ചിന്തിക്കണം അവസാനം രക്ഷയില്ല എന്നാ ഇനി ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കും. അപ്പം നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി, ദൈവം തരുന്ന പണിഷ്മെൻ്റ് ആണോ ഇത്, അതോ ഇനി എന്നാന്ന് പറയാം മുന്നോട്ട് പോകാൻ ഒരു പ്രചോദനമാണോ ഇത് എന്നിങ്ങനെ ചിന്തിക്കാം. ഇത് ഞാനുള്ള AR റഹ്മാൻ്റെ ഒരു വാക്കുകളായത് കേട്ടോ. അതായത് ആടുജീവിതം എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പൃഥ്വിരാജുമായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളായത്. ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലല്ല പറഞ്ഞ എങ്കിലും ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ ഒത്തിരി പേർക്ക് ഒരു പ്രചോദനമാകുന്നതല്ലേ അല്ലേ. അതിനകത്ത് AR റഹ്മാൻ പറയുന്ന ഒരു വാക്കുണ്ട്, മുസ്ലിംസിന് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു ഹറാമാണ്, അവർക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ഇല്ലേ. ആത്മഹത്യ ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുകയല്ലേ ചെയ്യുന്നത്. ആടുജീവിതം എന്ന് പറയുന്ന ആ സിനിമ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിങ്ങനെ ആലോചിക്കും എന്തുകൊണ്ട് അയാൾ ആത്മഹത്യ ചെയ്തില്ല എന്ന് അല്ലേ. നജീബ് എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യാത്തതെന്ന് ഇങ്ങനെ നമ്മൾ ചിന്തിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നജീബിനെ നമ്മൾ കണ്ടുപിടിക്കണം. ആ മരുഭൂമിയിലെ ആ ദുരന്തത്തിൽ ഇങ്ങനെ പെട്ട് ജീവിതം കളഞ്ഞ് ഇനി എന്തെങ്കിലും പുറം ലോകം കാണുമെന്ന് പോലും ചിന്തിക്കാതെ അതിനകത്ത് പെട്ട് കിടന്ന നജീബൊക്കെ നമുക്കൊക്കെ ഒരു മാതൃകയല്ലേ. നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴല്ലേ നമ്മൾ ഇല്ലേ എനിക്കൊന്നും വയ്യേ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ലേ എന്നും പറഞ്ഞ് നമ്മൾ കരഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ നജീബിനെ പോലെയുള്ളവർ നമുക്കൊരു പ്രചോദനമാവുകയല്ലേ ചെയ്യുന്നത്. ഇങ്ങനെ എത്രയോ വ്യക്തികളുണ്ട് ഇതുപോലെ ആടുജീവിതം ജീവിക്കുന്ന ഇപ്പോഴും ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ എന്ന് പറയുന്നത്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ ഇഷ്ടം പോലെ മലയാളികളുണ്ടെന്നാണ് പറയുന്നത്. നജീബ് അതിനകത്ത് ഒരു പ്രതിനിധി മാത്രമേ ആവുന്നുള്ളൂ എന്നാണ് പറയുന്നത്. ഒത്തിരി പേരുണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ച് വയറ് നിറയ്ക്കുന്ന ആൾക്കാരുണ്ടെന്നാണ് പറയുന്നത്. അതുപോലുമില്ലാതെ വെള്ളം കുടിച്ച് ദിവസങ്ങളോളം കഴിഞ്ഞവരും ഉണ്ടെന്നാണ് പറയുന്നത്. അവരുടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ നമ്മൾ ഈ സിനിമ വന്നപ്പോഴല്ലേ നമുക്ക് മനസ്സിലായത്. അപ്പം നമ്മളൊന്ന് ഓർക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് വരുമ്പോഴത്തേനും നമുക്ക് ഒന്നെങ്കിൽ ഒരു ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ തന്നെ ജോലി നഷ്ടപ്പെട്ട ഒരു ജോലി നമുക്ക് വേറെ കണ്ടുപിടിക്കാം അല്ലേ. സാമ്പത്തിക പ്രതിസന്ധി വന്നു, നമുക്ക് വേണമെങ്കിൽ എല്ലാ വീടും കൂടും എല്ലാം പൊക്കോട്ടെ, നമുക്ക് പിന്നെയാണെങ്കിൽ എങ്ങനെയെങ്കിലും ചകലിച്ചാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാം, എവിടെയെങ്കിലും കടൽത്തിണ്ണയിലാണെങ്കിലും കിടന്ന് നമുക്ക് ഉറങ്ങാം എന്നങ്ങ് ചിന്തിക്കാൻ പാടില്ലേ. നമുക്ക് ഇല്ലായ വേറെ ദുഃഖങ്ങളാണെങ്കിൽ എല്ലാം അത് നമ്മുടെ വിധിയാന്ന് കൂട്ടാം അല്ലേ. ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. അങ്ങനെ ജീവിക്കുന്ന ഒരു അതുപോലെ ജീവിക്കാൻ പറ്റുന്ന മനുഷ്യരുണ്ട് നമ്മുടെ ഇടയിൽ. പക്ഷേ ഈ ആടുജീവിതം പോലെയുള്ള നജീബിനെ പോലെയുള്ളവരും നമ്മുടെ നാട്ടിലുണ്ടെന്ന് നമ്മൾ ചിന്തിക്കണം അല്ലേ. ആ ലക്ഷക്കണക്കിന് കോപ്പിയല്ലേ അതിൻ്റെ ആടുജീവിതത്തിൻ്റെ ആ പുസ്തകത്തിൻ്റെ കോപ്പികൾ വിറ്റുപോയത്. നജീബ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല താൻ ഇത്ര പെട്ടെന്ന് പ്രശസ്തനാകുന്നില്ലേ. ഇത്ര പെട്ടെന്നല്ല, ഇത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും മനസ്സാ വാചാ വിചാരിച്ചു കാണില്ല ഞാൻ ഇനി നാട്ടിൽ വന്നു കഴിയുമ്പോൾ എൻ്റെ ഇങ്ങനെ ഒരു ജീവിതം പുസ്തകമാകുമെന്നും അതിങ്ങനെ ലക്ഷക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കുമെന്നും ലോകം മുഴുവൻ അറിയപ്പെടുമെന്നും ഒന്നും ജന്മത്തിൽ പോലും വിചാരിച്ചു കാണില്ല ഇല്ലേ. അപ്പം നമുക്ക് ചിന്തിക്കാനുള്ള എന്നാണെന്നറിയാവോ, നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലാണ് നമ്മൾ കിടന്ന് അലമുറയിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മളിലേക്ക് മാത്രം ഒതുങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ ആരെയും കാണുന്നില്ല. കണ്ണുകൊണ്ടായിട്ട് പോരാ, കാണുകയും കൂടെ ചെയ്യണം നമ്മളല്ലേ. മറ്റുള്ളവരുടെ സുഖങ്ങളിൽ മാത്രം നമ്മൾ കണ്ണുവെക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിലെ നിസ്സാര കാര്യങ്ങൾ നമുക്ക് ദുഃഖമായിട്ട് തോന്നുന്നത്. അന്യൻ്റെ വീട്ടിലെ വണ്ടികളും വീടും അല്ലെങ്കിൽ എന്താ പറയണേ അവരുടെ ആർഭാടങ്ങളുമാണ് നമ്മൾ ദുഃഖിപ്പിക്കുന്ന അധികം. അതുപോലെ എത്താൻ സാധിക്കുന്നില്ലല്ലോ എന്നോർത്താണ്. എന്നാൽ നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ കഞ്ഞിയെങ്കിലും കുടിക്കാനുണ്ടല്ലോ എന്നോർത്ത് സമാധാനിക്കില്ലേ നമ്മൾ ചെയ്യേണ്ടത് ഇല്ലേ. അതിലാണ് നമ്മൾ സമാധാനിക്കേണ്ടത്. നമുക്കുള്ളതിൽ നമ്മൾ സംതൃപ്തരാകുകയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് പല ദുഃഖങ്ങൾക്കും ഇല്ലാതാക്കാൻ സാധിക്കുന്നേ. നമ്മുടെ ജീവിതം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റാർക്കോ വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അതാണ് നമുക്ക് വരുന്ന കുഴപ്പങ്ങൾ. നമുക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഒത്തിരി മനുഷ്യരുണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ജീവിതത്തിൽ ദുഃഖങ്ങൾ വരുത്തി വയ്ക്കുന്ന ഒത്തിരി പേരുകളുണ്ട് അല്ലേ. പക്ഷേ എന്തിനാന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നത്. കുറേ വർഷങ്ങൾ കഴിയുമ്പോഴത്തേനും നമ്മുടെ കാലം കടന്നു പോകും, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ജീവിച്ചതെന്ന് പോലും നമുക്ക് പിടികിട്ടില്ല. അതാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ളവരുടെയൊക്കെ കഥകൾ വായിക്കുകയോ അല്ലെങ്കിൽ അവരുടെ അനുഭവങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ. ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നതുകൊണ്ട് നല്ല ഗുണങ്ങളുണ്ട്. എന്നാണെന്നറിയാമോ, നമുക്ക് അവരുടെ ജീവിതം മനസ്സിലാക്കാൻ സാധിക്കും. ഇത്രയും കഷ്ടപ്പെട്ടിട്ട് പോലും പരിഭവങ്ങളോ പരാതിയോ ഇല്ലാതെ ആരോട് പറയാൻ ഇല്ലേ. നമ്മളൊന്ന് ഓർത്ത് ഒരു ഇങ്ങനെ മണലിനകത്ത് പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ട്, ആരോട് നമ്മൾ പരാതി പറയാനാ, ആരുടെ അടുത്ത് നമ്മൾ സങ്കടപ്പെടാനാ. നമ്മൾ അനുഭവിക്കുക തന്നെ. നമ്മൾ നാളെ നേരം വെളുക്കുമ്പോൾ ഉണ്ടോ എന്ന് പോലും അറിയാൻ മേലാത്ത അവസ്ഥയിൽ ആ മണലാരണ്യത്തിൽ നമ്മളിങ്ങനെ കിടക്കുമല്ലേ.
അപ്പം നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, അങ്ങനെ ഒരു അവസ്ഥ മനുഷ്യ ജീവിതത്തിൽ വന്നു കഴിയുമ്പോഴുള്ള ഒരു ഇതല്ലേ. അപ്പം നമ്മളുള്ളത് സംതൃപ്തരാകാൻ ശ്രമിക്കുക. നമുക്ക് കൈ കിട്ടിയ ജീവിതം നമ്മൾ സന്തോഷമാക്കാൻ, നമുക്ക് പറ്റുന്ന രീതിയിൽ സന്തോഷമാക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് ആർഭാടത്തിൻ്റെയോ ആഡംബരത്തിൻ്റെയോ പുറകെ പോയി ദുഃഖിക്കാതിരിക്കുക. മറ്റുള്ളവരെ കണ്ട് നമ്മൾ ജീവിക്കാതിരിക്കുക. നമുക്ക് വേണ്ടി നമ്മൾ ജീവിക്കുക. നമ്മളെ ചുറ്റുവട്ടമുള്ള നമ്മുടെ കൂടെ നിൽക്കുന്നവരെ കൂടെ നമ്മളെ ചേർത്ത് നിർത്തുക. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ സന്തോഷമാവുന്നേ. ഉള്ളത് അനുഭവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം താനേ വരും. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം.